മക്കളെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പോർഷൻസ് ഒരിക്കലും മിസ്സാക്കി കളയരുത്, എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ശരിക്കും ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററും അതേപോലെ തന്നെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയാൻ പാടില്ല, കാരണം അവിടെ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കില്ലേ, പല സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ പല ക്ലാസിഫിക്കേഷൻ ലെവൽസ്, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റെപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ, അത് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഗ്രൂപ്പ് ചെയ്യണം, പിന്നെ അത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ അതിന് സയൻറ്റിഫിക് നെയിംസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ടൈഗറിൻ്റെയും കോക്കനറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ അത് മിസ്സാക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം 5 കിങ്ഡം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിൽ ഓരോന്നുണ്ടല്ലോ, മൊനീറ, പ്രൊട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതെന്താണ്, അതിൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും പഠിച്ചു വയ്ക്കുക. ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെയാണ് 6 കിങ്ഡംസ് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം നിങ്ങൾ മിസ്സാക്കാതെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ടൈഗറിൻ്റെയും കോക്കനറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ ലെവൽസ് എന്തായാലും ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതിൻ്റെ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ മക്കളൊന്നും മിസ്സിന് കളയാൻ തോന്നുന്നില്ല, പക്ഷേ ഇതെങ്കിലും എന്ത് ചെയ്യണം എൻ്റെ കുട്ടികൾ, ബൈനോമിയൽ നോമൻക്ലേച്ചറൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യുക, എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. പിന്നെ അതേപോലെ തന്നെ ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി എല്ലാവർക്കും ആ ചാപ്റ്റർ ഫുൾ ആയിട്ടില്ല. ഇനി അഥവാ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് എന്താണ് എക്കോസിസ്റ്റം, അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഫുഡ് ചെയിനും ഫുഡ് വെബും അതേപോലെ തന്നെ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ്, ഇത്രയും ഈ ഒരു ഭാഗങ്ങൾ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുമെന്ന് നോക്കി വെച്ചിട്ട് പോകാം. ഓക്കെ, അത് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത, പക്ഷേ എന്നിരുന്നാലും ഇത്രയും പോർഷൻസ് ആണ് ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി നിങ്ങൾക്ക് നമ്മുടെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സിലൊക്കെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയണ്ടേ. അപ്പോൾ അതൊക്കെ പറഞ്ഞതിനായിട്ട് നമ്മുടെ അർച്ചന മിസ് പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ മിസ് പറഞ്ഞ ചാപ്റ്റേഴ്സ്, ഈ 2 ചാപ്റ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ച് പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തേണ്ടിയിരിക്കേണ്ട ടോപ്പിക്സ് നോക്കിയാലോ. ഓക്കെ, സോ ആദ്യം നമുക്കിത് നോക്കാനുള്ളത് നമ്മുടെ സെൽ തിയറി. മക്കളെ, ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഈ സെൽ തിയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് 3 പോയിന്റ്സ് ആണുള്ളത് അല്ലേ. ആ പോയിന്റ്സ്, സെല്ലാണ് ബേസിക് യൂണിറ്റ്. എല്ലാ ഓർഗാനിസംസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് കൊണ്ടാണ്. പുതിയ സെൽസ് ഉണ്ടാവുന്നത് ഓൾറെഡി ഉള്ള സെൽസിൽ നിന്നാണ്. ആൻഡ് ഇതിൽ ഓരോരുത്തരുടെയും പേരുകൾ, അതായത് നമ്മുടെ പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മാത്തിയാസ് ഷ്ലീഡൻ ആണ്. അതുപോലെ അനിമൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷ്വാൻ ആണ്. പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് റിഡോൾഫ് വെർഷോ ആണ്. ഇങ്ങനത്തെ ആൾക്കാരുടെ പേരുകളൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മൈക്രോസ്കോപ്പ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവർ രണ്ടുപേരെയും ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ തരാം. ഇതിനകത്താണെങ്കിൽ ഒരു ലെൻസ്, ഇതിനകത്താണെങ്കിൽ ഒന്നിലധികം ലെൻസ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ തരാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് നമുക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെ നമുക്ക് സെല്ല് ഓർഗനൽസ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്ലാന്റ് സെല്ല് എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ ഫംഗ്ഷൻ എഴുതാൻ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സെൽ ഓർഗനൽസ് വന്നിട്ട് ഇപ്പോൾ റൈബോസോം തരാം, അതല്ലെങ്കിൽ ഗോൾഗി ബോഡി തരാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തരാം, അങ്ങനെ ആരെങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് നെയിം ചെയ്യാൻ ചോദിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ അനിമൽ സെല്ലിലുള്ള 2 ആൾക്കാർ, ലൈസോസോമും സെൻട്രോസോമും, അത് അനിമൽ സെല്ലിൽ മാത്രമുള്ളതാണ്. അത് അവിടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ തന്നെ ആ ഒരു സെല്ലിൻ്റെ പ്രത്യേകത അത് ലേബിൾ ചെയ്തിട്ടുണ്ട്. അതെന്താണ്, അതിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. എപ്പിക്കൽ അഗ്രമെരിസ്റ്റം, ലാറ്ററൽ പാർഷ്യമെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഭാഗം കൂടിയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വണ്ണം വെക്കാൻ സഹായിക്കുന്നത് ഏത്, അല്ലെങ്കിൽ നീളം വെക്കാൻ സഹായിക്കുന്നത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, നമുക്ക് സിമ്പിളും ഉണ്ട് കോംപ്ലക്സും ഉണ്ട്. അതിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ബാക്കിയുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. പക്ഷേ ഈ ടോപ്പിക്സ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു. അത് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ അത് നല്ലപോലെ റിവൈസ് ചെയ്യാം. ഇനി ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചിട്ട് ബാക്കിയുള്ളത് സമയമുണ്ടെങ്കിൽ കവർ ചെയ്യാം. ഓക്കെ.